എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ രാമായണത്തിലെ സുന്ദരകാന്ഡം ആരംഭിക്കുകയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അനിതയും ഞാനുമാണ് ഇന്ന് വായിക്കുന്നത്. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമത് സ്മരണാത് ഭവേത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ആരംഭിച്ചു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സുന്ദരകാന്ഡം. സകല ശുകകുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതീവരാ. കിളിമകളൊടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിയിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖരി സുതയൊടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. സമുദ്രലംഘനം. ലവണ ജലനിധി ശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ ചരണ നളിനയുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കപിവരോടമിത ബല സഹിതമുര ചെയ്തിതു കണ്ടുകൊൾവിൻ നിങ്ങളെങ്കിലെല്ലാവരും. മമ ജനക സദൃശനഹമതി ചപലമംബരേ മാനേന പോകുന്നിതാശരേശാലയേ. അജതനയ ശരസമധിക സാഹസാലദ്യൈവ പശ്യാമി രാമപത്നീമഹം. അഖില ജഗദധിപനൊടു വിരവിലറിയിപ്പൻ ഇങ്ങദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം. പ്രണതജന ബഹുജന മരണഹര നാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവൊടു കടക്കുമജ്ജന്മന കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം. തദനു മമ ഹൃദി സപതി രഘുപതിരനാരതം തസ്യാങ്കുലീയവുമുണ്ടു ശിരസി മേ. കിമപി നഹി ഭയമുദധി സപതി തരിതും നിങ്ങൾ ഈശപ്രവരരെ ഖേദിയായി കേതുമേ. ഇതി പവനതനയനുര ചെയ്തു വാലും നിജമേറ്റമുയർത്തിപ്പരത്തിക്കരങ്ങളും അതിവിപുലകളതലവും ആർജവമാക്കി നിന്ന കുഞ്ചിതാംഘ്രിയായൂർധനയനായി ദശവദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണ ദിക്കുമാലോക്യ ചാടിയിടിനാൻ. മാർഗവിഘ്നം. പതകപതിരിവ പവനസുതനഥ വിഹായ സാഭാനുബിംബാഭയാ പോകും ദശാന്തരേ. അമരസമുദയ നിലയ തനയൻ അബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ സുരസയൊടു
സുരസയൊടു പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനനിയും ത്വരിതമനിലജ ത്വരിതമനിലജ ജമ ത്വരിത ത്വരിത ത്വരിതമനിലജമതിബലങ്ങളറിഞ്ഞതി സൂക്ഷ്മദൃശാവരികെന്നതു കേട്ടവൾ ഗഗനപതി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽസന്നിധൗ മേവിനാൾ. കഠിനതരമലറിയവൾ അവനൊടുര ചെയ്തിതു കണ്ടീലയോ ഭവാൻ എന്നെ കപീവര. ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നു മാം കൽപ്പിച്ചിതീശ്വരൻ. വിധിവിഹിതമശനമിഹ നൂനമദ്യ ത്വയാ വീരാവിശപ്പെനിക്കേറ്റമുണ്ടോർക്ക നീ. മമ വദന കുഹരമതിൽ വിരവൊടുപൂക നീ. മറ്റൊന്നുമോർത്തു കാലം കളയായികെടോ. സരസമിതിരഭസതരമതനു സുരസാഗിരം സാഹസാൽ കേട്ടനിലാത്മജൻ ചൊല്ലിനാൻ. അഹമഖില ജഗദധിപനമര ഗുരുശാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യവാശ്വാവ വരുന്നതുമുണ്ടു ഞാൻ. ജനക നരപതി ദുഹൃദ് ചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ. തവ വദനകുഹരമതിലപഗത ഭയാകുലം താൽപര്യമുൾക്കൊണ്ടുവന്നു പൂക്കിയിടുവൻ. അനൃതമകതളിരിൽ ഒരു പൊഴുതുമറിവീലഹമാശുമാർഗം ദേഹി ദേവി നമോസ്തുതേ. തദനു കപികുലവരനോടവളുമുര ചെയ്തിതു ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതുമേ. മനസി തവ സുദൃഢമിതി യതി സപതി സാദരം വാപിളർന്നീടെന്നു മാരുതി ചൊല്ലിനാൻ. അതിവിപുലമുടലുമൊരു യോജനായാമമായാശുഗനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധികതരവദന വിവരമൊട അനാകുലമദ്ഭുതമായഞ്ചു യോജന വിസ്തൃതം. പവനതനയനുമതിനു ചടിതി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം. നിജമനസി ഗുരു കുതുകമൊടു സുരസയും തഥാ നിന്നാളിരുപതു യോജനാവായുമായി. മുഖകുഹരമതിവിപുലമിതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ. അലമലമിതയമമലനരുതു ജയമാർക്കുമെന്നൻപതു യോജന വാ പിളർന്നീടിനാൾ. അതു പൊഴുതു പവനസുതൻ അതികൃശ ശരീരനായി അങ്കുഷ്ഠതുല്യനായി ഉൾപ്പുക്കരുളിനാൻ. തദനു ലഘുതരം അവനുമുരുതര തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ. ശൃണു സുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ. ശരണമിഹ ചരണസരസിജയുഗളമേവ തേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ. പ്ലവകപരിവൃഢവചന നിശമനദശാന്തരേ പേർത്തും ചിരിച്ചും പറഞ്ഞും സുരസയും. വരിക തവ ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുതാ. രഘുപതിയൊടഖിലമറിയിക്ക തൽക്കോപേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം. അറിവതിനു തവ ബല വിവേകവേഗാദികളാതിഥേയന്മാരയച്ചു വന്നേനഹം. നിജചരിതമഖിലമവനോടറിയിച്ചു പോയി നിർജ്ജര ലോകം ഗമിച്ചാൾ സുരസയും. പവനസുതനഥ ഗഗനപതി ഗരുഡ തുല്യനായി പാഞ്ഞുപാരാവാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയും അചലവരനോടു ചൊല്ലിയിടിനാൻ.
ചെന്നു നീ സൽക്കരിക്കേണം കപീന്ദ്രനെ. സകര നരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും. തദഭിജനഭവനറിക രാമൻ തിരുവടി. സസ്യകാര്യാർത്ഥമായി പോകുന്നതുമിവൻ. ഇടയിലൊരു പതനം അവനില്ല തൽക്കാരണാൽ. ഇച്ഛയാ പൊങ്ങിത്തളർച്ച തീർത്തിടണം. മണികനകമയൻ അമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ. ഹിമശിഖരി തനയനഹമറിക കപിവീര നീ. എന്മേലിരുന്നു തളർച്ചയും തീർക്കെടോ. സലിലനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ. സാദവും ദാഹവും തീർത്തു പൊയ്ക്കൊൾകെടോ. അമൃതസമജലവും മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊൾക നീ. അലമലമിതരുതരുതു രാമകാര്യാർത്ഥമായാശു പോകും വിധൗ പാർക്കരുതെങ്ങുമേ. പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്കെന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും. അനുചിതമിതറിക രഘുകുല തിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. വിഗത ഭയമിനി വിരവൊടിന്നു ഞാൻ പോകുന്നു. ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം. പവനസുതനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. പുനരവനും അനില സമമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൽ. തദനു ജലനിധിയിൽ അതിഗഭീരദേശാലയെ സന്തതം വാണെഴും ഛായാഗ്രഹിണിയും. സരിതധീപനുപരി പരിചൊടു പോകുന്നവൻ തൻ നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൾ. അതു പൊഴുതു മമഗതി മുടക്കിയതാരെന്നിതന്തരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടിനാൻ. അതിവിപുലതര ഭയങ്കരാംഗിയെ കണ്ടളവാംഘ്രിപാതേന കൊന്നിടിനാൻ തക്ഷണേ. നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം. ദശവദനപുരിയിൽ വിരവൊടു പോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കി കുതിച്ചിടിനാൻ. ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചിതു ചാരുലങ്കാഗോപുരാഗ്രേ കപീന്ദ്രനും. ദശവദന നഗരം വിമല വിപുല സ്ഥലം. ദക്ഷിണവാരിധി മധ്യേ മനോഹരം. ബഹുലഫല കുസുമദലയുത വിടപി സങ്കുലം. വല്ലീകുലാവൃതം പക്ഷിമൃഗാന്വിതം മണികനകമയമരപുര സദൃശം. അംബുധി മധ്യേ ത്രികൂടാചലോപരി മാരുതി. കമലമകൾ ചരിതമറിവതിനു ചെന്നൻ പൊടു കണ്ടിതു ലങ്കാനഗരം നിരൂപമം. കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ. പരവശതയൊടു ചടുതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ. നിശിതമസി നിശിചരപുരേ കൃശരൂപനായി നിർജ്ജനദേശേ കടപ്പനെന്നോർത്തവൻ. നിജമനസി നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജ്ജര വൈരീപുരം ഗമിച്ചിടിനാൻ. ലങ്കാലക്ഷ്മി മോക്ഷം. പ്രകൃതി ചപലനും അധിക ചപലമചലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറിച്ചം. അവനി മകൾ അടിമലരും അകതളിലോർത്തുകൊണ്ടഞ്ജനാ നന്ദനൻ അഞ്ജസാ നിർഭയം. ഉടൽ കടുകിനൊടു സമമിടത്തുകാൽ മുൻപിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ. കഠിനതരമലറിയൊരു രജനിചരിവേഷമായി കാണായി താശുലങ്കാശ്രിയെയും തഥാ. ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻ വാഞ്ചിതം. അസുരസുര നരപശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ. ഇതി പരുഷവചനമൊടണഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു കപീന്ദ്രനും. രഘുകുലജവരസജിവ വാമമുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും.
കപിവരനൊടവളും എഴുന്നേറ്റു ചൊല്ലിയിടിനാൾ, കണ്ടാനെടോ തവ ബാഹുബലം സഖേ. വിധി വിഹിതമിതു മമ പുരൈവ ധാതാവു താൻ വീരാ എന്നോടിതു മുന്നമേ. സകല ജഗദധിപതി സനാതനൻ മാധവൻ, സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ. കമലദല കമലദലയ കമലദല നയനൻ അവനിയിൽ അവതരിക്കുമുൾക്കാരുണ്യമോടഷ്ടവിംശതി പര്യയെ. ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനാൾ, ത്രേതായുഗേ ധർമ്മദേവ രക്ഷാർത്ഥമായി. ജനക നൃപവരനു മകളായി നിജമായയും ജായയാം പങ്ക്തിമുഖ വിനാശത്തിനായി. സരസിരുഹനയന നടവീലഥ തപസ്സിനായി സഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരേ. ദശവദനൻ അവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരിധി പുക്കിരിക്കുന്ന നാൾ. തപതി രഘുവരനോടരുണജനു സാചിവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ. സകല ദിശി കപികൾ തിരവാൻ നടക്കുന്നതിൻ സന്നദ്ധനായി വരുമേകൻ തവാന്തികേ. കലഹം അവനോടു ചടിതി തുടരുമളവെത്രയും കാതരയായി വരും നീയെന്നു നിർണയം. രണനിപുണനോടു ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണമനുജ്ഞയും. ഒരു കപിയോടൊരു ദിവസം അടിചടുതി കൊൾകിൽ നീയോടി വാങ്ങിക്കൊൾകെന്ന് വിരിഞ്ചനും കരുണയൊടു ഗതകപടമായി നിയോഗിക്കാൽ. കാത്തിരുന്നേനിവീടം പല കാലവും ലഘുഗതിയൊടിനിയൊരിടയൊഴികെ നടകൊൾക നീ. ലങ്കയും നിന്നാൽ ജിതയായിരുന്നെടോ. നിഖില നിശിചര കുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞിതു. ഭഗവതനുചര ഭവതു ഭാഗ്യം ഭവാനിനിപ്പാരാതെ ചെന്നു കണ്ടിടുക ദേവിയെ. ത്രിദശകുലരിപു ദശമുഖാന്തപുരവരെ ദിവ്യലീലാവനേ പാദപസങ്കുലേ. നവകുസുമദല സഹിത വിടപിയുത ശിംശപാനാമ വൃക്ഷത്തിൻ ചുവട്ടിൽ അതിശുച നിശിചരികൾ നടുവിലഴലൊടു മരുവിടുന്നെടോ. നിർമ്മലഗാത്രിയാം ജാനകി സന്തതം. ത്വരിതം അവൾ ചരിതം ഉടനവനോടറിയിക്ക പോയി. അമ്പുധിയും കടന്നമ്പരാന്തേ ഭവാൻ. അഖില ജഗദധിപതി രഘുത്തമൻ പാതുമാമസ്തു തേ സ്വസ്തിരത്യുത്തമോത്തം സമേ. ലഘുവചന മധുരമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സുന്ദരകാന്ഡം സീതാ സന്ദർശനം. ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാദ്രിമേലുല്ലംഘിതേബ്ധൗ പവനാപ്നജന്മന. ജനകനരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോ. ജനകനരപതി ദുഹൃദ്വരന് ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖം ദുഃഖവും. തദനു കപികുലപതി കടന്നിതു ലങ്കയിൽ താൻ അതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ. ഉദിതര വികിരണ രുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാനൊരേടമൊഴിയാതെ. ദശവദനമണി നിലയമായിരിക്കും മമ ദേവിയിരിപ്പേടമൊന്നു എന്നോർത്തു മാരുതി. കനകമണി നികര വിരചിതപുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമോർത്തിയിടിനാൻ. ഉടമയൊടും അസുരപുരി കനിവിനൊടു ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ. ഉപവനവും അമൃതസമസലിലയുധവാപിയും ഉത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണസാലധ്വജ പതാകങ്ങളും. ദശവദന മണിഭവന ശോഭ കാണും വിധൗ ദിക്പാലമന്ദിരം ധികൃതമായി വരും.
കനകമണി രചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധൗ കുസുമചയ സുരഭിയൊടു പവനൻ അതിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും ഒരു തരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശഭാവൃക്ഷവും അതിനികടം അഖില ജഗദീശ്വരി തന്നെയും ആശുകനാശു കാട്ടിക്കൊടുത്തിടിനാൻ. മലിനതര ചികുരവസനം പൂണ്ടു ദീനയായി മൈഥിലി താൻ കൃശഗാത്രിയായത്രയും ഭയവിവശം അവനിയിൽ ഉരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചലം നയനജലം അനവരതം ഒഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേതി ജപിക്കയും നിശിചരികൾ നടുവിൽ അഴലൊടു മരുവും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി വിടവിവര ശിരസി നിവിടച്ഛതാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നിടിനാൻ. ദിവസകരകുലപതി രഘുത്തമൻ തന്നെ ദേവിയാം സീതയെ കണ്ടു കബീവരൻ കമലമകൾ അഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർത്ഥോസ്മ്യഹം ദിവസകരകുലപതി രഘുത്തമൻ കാര്യവും ദീനതയെന്നിയെ സാധിച്ചിരുന്നു ഞാൻ. രാവണന്റെ പുറപ്പാട്. ഇതിപലവും അകതളിരിലോർത്തു കപീവരനിത്തിരി നേരമിരിക്കും ദശാന്തരെ അസുരകുലവര നിലയനത്തിൽ പുറത്തു നിന്നാശു ചില ഘോഷശബ്ദങ്ങൾ കേൾക്കായി. കിമിതമിതി സപതി കിസലയ ജയനിലീനനായി കീടവദ്ദേഹം മറച്ചു മരുവിനാൻ. വിബുധകുലരിപു ദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കവികുഞ്ചരൻ അസുരസുര നിശിവര വരാംഗനാവൃന്ദവും അദ്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവദനൻ അനവരതം അകതളിരിലുണ്ടു തൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വര. സകല ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു ഞാൻ. നിശിതതര ശരശകലിതാംഗനായി കേവലെ നിർമ്മലമായ ഭഗവത് പദാംബുജേ വരദനജൻ അമരും അമൃതാനന്ദപൂർണമാം വൈകുണ്ഠരാജ്യമെനിക്കെന്നു കിട്ടുന്നു. അതിനുപത സദയമിതമിതി മനസ്സി കരുതി ഞാൻ അംഭോജപുത്രിയെ കൊണ്ടുപോന്നിടിനൻ. അതിനുമൊരു പരിഭവമൊടുഴറി വന്നീലവനായുർവിനാശകാലം നമുക്കാഗതം. ശിരസി മമ ലിഖിതമിഹ മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാലതിനില്ല ചഞ്ചലം. കമലജനുമറിയരുത് കരുതുമളവാർക്കുമേ കാലസ്വരൂപനാമീശ്വരൻ തന്മതം. സതതമകതളിരിലിവ കരുതി രഘുനാഥനെ സ്വാത്മനാ ചിന്തിച്ചിരിക്കവേ കവികൾ കുലവരൻ അവിടെയാശു ചെല്ലും മുമ്പേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ. രഘുജനക തിലകവചനേന രാത്രവരും കശ്ചിൽ കവിവരൻ കാമരൂപാന്വിതൻ കൃപയൊടൊരു കൃമിസദൃശ സൂക്ഷ്മ ശരീരനായി കൃഷ്ണം പുരവരമന്വിഷ്യ നിശ്ചലം തരുനികരവര ശിരസി വന്നിരുന്നാദരാൽ താർമകൾ തന്നെയും കണ്ടു രാമോദന്തമഖിലം അവളൊടുപത പറഞ്ഞടയാളവുമാശു കൊടുത്തുടൻ ആശ്വസിപ്പിച്ചു പോം. അതുപൊഴുതിൽ അവൻ അറിവതിന്നു ഞാൻ ചെന്നു കണ്ടാധീ വളർത്തുവൻ വാങ്മയാസ്ത്രങ്ങളാൽ. രഘുപതിയോടതും അവനശേഷം അറിയിച്ചു രാമനുമിങ്ങു കോപിച്ചുടനെ വരും. രണശിരസി സുഖമരണം അതിനിശിതമായുള്ള രാമശരമേറ്റെനിക്കും വരും ദൃഢം. പരമഗതി വരുവതിനു പരമൊരുപദേശമം പന്ഥാവിതു മമ പാർക്കയില്ലേതുമേ. സുരനിവഹം അതിബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കോ ചില കാലമൊക്കണം. നിജമനസി ഫലവുമിതി വിരവൊടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ. കനകമണിവലയ കടകാംഗത നൂപുര കാഞ്ചി മുഖാഭരണാരാവമന്തികെ വിവശതര ഹൃദയമൊടു കേട്ടു നോക്കും വിധൗ വിസ്മയമമ്മാറു കണ്ടു പുരോഭുവി. വിഭുതരിപു നിശിചരകുലാധിപൻ തൻ വരവെത്രയും ഭീതയായി വന്നിതു സീതയും. ഉരസിജവും ഒരു തുടകളാൽ മറച്ചാതി പൂണ്ടുത്തമാംഗം താഴ്ത്തി വേപതുഗാത്രിയായി നിജരമണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരെ. ദശവദനൻ അയുഗ പരവശതയാ സമം ദേവി സമീപേ തൊഴുതിരുന്നിടിനാൻ. രാവണന്റെ ഇച്ഛാഭംഗം.
അനുസരണ മധുരരസ വചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടു ചൊല്ലിടിനാൻ. ശൃണു സുമുഖി തവ ചരണ നളിനദാസോസ്മ്യഹം ശോഭനാശീലേ പ്രസീദ പ്രസീദ മേ. നിഖില ജഗദധിപൻ നിഖില ജഗദധിപ അസുരേശ ലോകാദ്യമം നിന്നിലെ നീ മറഞ്ഞെന്തിരുന്നിടുവാൻ. ത്വരിതമതികുതുകമൊടു ഒന്നു നോക്കിയിടുമാം ത്വദ്ഗതമാനസനെന്നറികന്നെ നീ. ഭവതി തവ രമണമപി ദശരഥ തനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴെടോ. പല സമയം അഖില ദിശി നന്നായി തിരകിലും ഭാഗ്യവതാമപി കണ്ടുകിട്ടാപരം. സുമുഖി ദശരഥ തനയനാൽ നിനക്കേതുമേ സുന്ദരി കാര്യമില്ലെന്നു ധരിക്ക നീ. ഒരു പൊഴുതും അവന് പുനരൊന്നിലും ആശയില്ല, ഓർത്താലൊരു ഗുണമില്ലവനോമലേ. സുദൃഢമനവരതം ഉപഗൂഹനം ചെയ്കിലും സുഭ്രു സുചിരമരികെ വസിക്കിലും തവ ഗുണസമുദയം അലിവോടു ഭുജിക്കിലും താൽപര്യം നിന്നിലില്ലവനേതുമേ. ശരണം അവൻ ഒരുവരും ഒരിക്കലുമില്ലിനി ശക്തിവിഹീനൻ വരികയുമില്ലല്ലോ. കിമപി നഹി ഭവതി കരണീയം ഭവതിയാൽ കീർത്തിഹീനൻ കൃതഘ്നൻ തുലോം നിർമ്മമൻ. മതരഹിതനറിയരുതു കരുതുമളവാർക്കുമേ മാനഹീനൻ പ്രിയേ പണ്ഡിതമാനവാൻ. നിഖില വനചര നിവഹ മധ്യസ്ഥിതൻ വൃഷം നിഷ്കിഞ്ചന പ്രിയൻ ഭേദഹീനാത്മകൻ. ശൊഭജനും ഒരവനിസുരവരനും ഒക്കുമീ ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ. ഭവതിയെയും ഒരു ശബരതരുണിയെയും ആത്മനാ പാർത്തു കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ. ഭവതിയെയും അകതളിരിൽ അവനിഹ മറന്നിതു ഭർത്താവിനെ പാർത്തിരുന്നതിനി മതി. ത്വയി വിമുഖൻ അവൻ അനിശമതു നഹി സംശയം ത്വദ്വാസദാസോഹമദ്യാ ഭജസ്വമാം. കരഗതമൊരമലമണിവരമുടനുപേക്ഷിച്ചു കാജത്തെയെന്തു കാക്ഷിക്കുന്നിതോമലേ. സുരതനുജ ദിതി ഭുജഗ അപ്സരോ ഗന്ധർവ സുന്ദരീവർഗം പരിചരിക്കും മുതാ. നിയതമതിഭയസഹിതം അമിത ബഹുമാനേന നീ മൽപരിഗ്രഹമായി മരുവീടുകിൽ. കളയരുതു സമയമിഹ ചെറുതു വെറുതെ മമ കാന്തേ. കളത്രമായി വാഴ്ക നീ സന്തതം. കളമൊഴികൾ പലരുമിഹ വിടുപണികൾ ചെയ്യുമ കാലനും പേടിയുണ്ടെന്നേ മനോഹരേ. പുരുഷഗുണമിഹ മനസ്സി കരുതു പുരൂഹൂതനാൽ പൂജ്യനാം പുണ്യപുമാനെന്നറികമാം. സരസമനുസര സദയമയി തവ വശാനുഗം സൗജന്യ സൗഭാഗ്യ സാരസർവസ്വമേ. സരസിരുഹമുഖി ചരണകമലപതിതോസ്മ്യഹം സന്തതം പാഹി മാം പാഹി മാം പാഹി മാം. വിവിധമിതി ദശവദൻ അനുസരണപൂർവകം വീണോ തൊഴുതപേക്ഷിച്ചോരനന്തരം. ജനകജയും അവനോടതിനിടയിൽ ഒരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിയിടിനാൻ. സവിർദുകുലതിലകൻ അനില അതീവ ഭീത്യാ ഭവാൻ. സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയം അതിവിനയമൊടു ശുനീവ ഹവിരധ്വരെ. സാഹസത്തോടുമാം കട്ടുകൊണ്ടിലയോ ദശവദന. സുദൃഢമനുചിതമിതു നിനയ്ക്ക നീ തത്ഫലം നീ താൻ അനുഭവിക്കും ദൃഢം. ദശരഥജ നിശിത ശരദലിത വപുഷാ ഭവാൻ. ദേഹം വിന യമലോകം പ്രവേശിക്കും. രഘുജനന തിലകനൊരു മനുജനിധി മാനസേ. രാക്ഷസരാജ നിനക്കു തോറ്റമ്പലാൽ. ലവണജലനിധിയെ രഘുകുല തിലകൻ അശ്രമം ലംഘനം ചെയ്യും അതിനില്ല സംശയം. ലവസമയമൊടു നിശിത വിശിഖ പരിപാതേന ലങ്കയും ഭസ്മമാക്കിയിടും അരക്ഷണാൽ. സഹജസുത സജീവ ബലപതികളോടു കൂടവേ സന്നമാം നിന്നുടെ സൈന്യവും നിർണയം. അവനി നിപുണൻ തരൻ അവനിഭരനാശന അദ്യ ധാതാവപേക്ഷിച്ചതു കാരണം. അവതരണം അവനിതല അതിലതിദയാപരനാശു ചെയ്തിടിനാൻ നിന്നെ ഒടുക്കുവാൻ. ജനകനൃപവരന് മകളായി പിറന്നേനഹം ചെമ്മേ അതിനൊരു കാരണഭൂതയായി. അറിക തവ മനസ്സി പുനരിനി വിരവിനൊടു വന്നാശുമാം കൊണ്ടുപോം നിന്നെയും കൊന്നവൻ. ഇതി മിഥില നൃപതി മകൾ പരുഷവചനങ്ങൾ കേട്ടേറ്റവും ക്രുദ്ധനായോരു ദശാനനൻ. അതിചപല കരഭുവി കരാളം കരവാളമാശു ഭൂപുത്രിയെ കൊല്ലുവാനോങ്ങിനാൻ. അതുപൊഴുതിൽ അതികരുണയോടും അയതനൂജയും ആത്മഭർത്താരം പിടിച്ചടക്കിയിടിനാൾ.
ഒഴികൊഴിക ദശവദന ശൃണു മമ വചോ ഭവാനുല്ലാത കാര്യമോരായിക മൂഢപ്രഭോ ത്യജ മനുജതരുണിയേരുടയവരുമെന്നിയെ ദീനയായി ദുഃഖിച്ചതീവ കൃശാംഗിയായി പതിവിരഹ പരവശതയൊടുമിഹ പരാലയെ പാർത്തു പാതിവൃത്യമാലംബ്യ രാഘവം പകലിരവു നിശിചരികൾ പരുഷവചനം കേട്ടു പാരം വശം കെട്ടിരിക്കുന്നിതൂമിവൾ ദുരിതമിതിലധികമിഹ നഹി നഹി ദുർമദേ ദുഷ്കീർത്തി ചേരുമോ വീരപുംസാം വിഭോ സുരജ ധനുജ ദിദിജ ഭുജഗ അപ്സരോ ഗന്ധർവ സുന്ദരീവർഗം നിനക്കു വശഗതം ദശമുഖനും അധികജളനാശു മണ്ഡോദരീ ദാക്ഷിണ്യ വാക്കുകൾ കേട്ടു സലജ്ജനായി നിശിചരികളോട് സദയം അവൻ ഉര ചെയ്തിതു നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ ഭയജനക വചനമനുസരണ വചനങ്ങളും ഭാവവികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനിമകൾ അകതളിരഴിച്ചെങ്കലാക്കുവിനമ്പോടു 2 മാസം പാർപ്പനിന്നിയും ഇതി രജനിചരികളോട് ദശവദനും പറഞ്ഞീർഷ്യയോട് അന്തഃപുരം പുക്കുമേവിനാൻ അതികഠിന പരുഷതര വചന ശരമേൽക്കയാൽ ആത്മാവു ഭേദിച്ചിരുന്നിതു സീതയും അനുചിതമിത അലമലമടങ്ങുവിൻ നിങ്ങളെന്നപ്പോൾ ത്രിജടയും ആശു ചൊല്ലിയിടിനാൾ ശൃണുവചനമിതു മമ നിശാചര സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ സുഖരഹിത ഹൃദയമോട് ഉറങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേനിതാനിം ദൃഢം അഖില ജഗദധിപൻ അഭിരാമനാം രാമനും ഐരാവതോപരി ലക്ഷ്മണവീരനും ശരനികര പരിപതന ദഹനഗണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും രണശിരസി ദശമുഖന് നിഗ്രഹിച്ച ശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും നൽകി മഹിഷിയെയും അഴകിനൊടു മടിയിൽ വെച്ചാദരാൽ മാനിച്ചു ചെന്ന് അയോധ്യാപുരം മേവിനാൾ കുലിശധര രിപു ദശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹൃദം തന്നിലെ തിലരസവും ഉടൽ മുഴുവൻ അലിവിനോട് അണിഞ്ഞുടൻ ധൃത്വാ നളതമാല്യം നിജമൂർധനി നിജ സഹജ സജീവസുത സൈന്യസമേതനായി നിർമ്മഗ്നനായി കണ്ടു വിസ്മയം തേടിനൻ രജനിചരകുലപതി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചു മേവിനാൻ കലുഷതകൾ കളവനിഹ രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്രേ ദൃഢം കരുണയൊടു വയമതിനു കതിപയദിനം മുതാ കാത്തുകൊള്ളേണമിവളെ നിരാമയം രജനിചര യുവതികളിതി ത്രിജടാവജോരീതി കേട്ടദ്ഭുത ഭീതി പൂണ്ടിടിനാർ മനസ്സി പരവശതയോടുറങ്ങിനാരേവരും മാനസേ ദുഃഖം കലർന്നു വൈദേഹിയും ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് ഹനുമാൻ ചാലിസയെ കുറിച്ച്. ശ്രീ ഹനുമാൻ ചാലിസ. ശ്രീ ഗുരു ചരണ സരോജരച നിജമന മുകുരു സുധാരി ഭരനൗ രഘുവര വിമല ജസോ ജോദായക ഫലചാരി ബുദ്ധിഹീന തനു ജാനിके सुमिरो पवन कुमार बल बुद्धि विद्या देहु मोहि हरहु कलेश विकार जय हनुमान ज्ञान गुण सागर जय कपीसतिहु लोग उजागर रामदूत अतुलित बल धामा अंजनी पुत्र पवन सुत नाम महावीर विक्रम बजरंगी कुमति निवार सुमति के संगी कंजन बरन बिराज सुबेसा कानन कुंडल कुंजित केश हाथ वज्र और ध्वजा बिराजे कांधे मूज जनेऊ साजे शंकर सुवन केसरी नंदन तेज प्रताप महाजगवंदन विद्यावान गुणी अति चातुर राम काज करिबे को आतुर प्रभु चरित्र सुनिबे को रसिया राम लखन सीता मन बसिया सूक्ष्म रूप धरि सियहि दिखावा बिकट रूप धरि लंक जरावा भीम रूप धरि असुर संहारे
रामचंद्र के काज संवारे। लाय सजीवन लखन जियाए, श्री रघुबीर हर्षि उर लाए। रघुपति के ने बहुत बड़ाई, तुम मम प्रिय भरदहि सम भाई। सहस वदन तुम्हारो यश गावे, अस कहि श्रीपति कंठ लगावे। सनकादिक ब्रह्मादि मुनीसा, नारद सारद सहित अहिसा। जब कुबेर दिक्पाल जहाते, कवि कोविद कहि सके कहाते। तुम उपकार सुग्रीवन कीना, राम मिलाया राजपद दीना। तुमरो मंत्र विभीषण माना, लंकेश्वर भय सब जग जाना। जुग सहस्र जोजन पर भानु, लील्यो ताहि मधुर भल जानु। प्रभमुद्रिका मेलि मुख माहि, जलधि लांघि गए अजरज नाहि। दुर्गम काज जगत के जेते, सुगम अनुग्रह तुमरे ते। राम द्वारे तुम रखवारे, होदन आज्ञा बिनु पैसारे। सब सुकल हे तुम्हारी शरणा, तुम रक्षक काहू को डरना। आपन तेज सवारो आपे, तीनों लोग हांगते कांपे। भूत पिशाच निकट नहीं आवे, महावीर जब नाम सुनावे। नासै रोग हरे सब पीरा, जपत निरंतर हनुमत बीरा। संकट से हनुमान छुड़ावे, मन क्रम भजन ध्यान जो लावे। सब पर राम तपस्वी राजा, तिनके काज सकल तुम साजा। और मनोरथ जो कोई लावे, सोई अमित जीवन फल पावे। चारों जुग परताप तुम्हारा, हे प्रसिद्ध जगत उजियारा। साधु संत के तुम रखवारे, असुर निकंदन राम दुलारे। अष्ट सिद्धि नव निधि के दाता, असबर दीन जानकी माता। राम रसायन तुमरे पासा, सदा रहो रघुपति के दासा। तुमरे भजन राम को पावे, जन्म जन्म के दुख बिसरावे। अंधकाल रघुबर पुर जाई, जहाँ जन्म हरि भक्त कहाई। और देवता चित्तन धरई, हनुमत सेई सब सुख करई। संकट कटे मिटे सब पीरा, जो सुमिरे हनुमत बलवीरा। जय 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 हनुमान गोसाई, कृपा करो गुरुदेव की नाई। जो सदबार पाठ कर कोई, छुट्टहि बंदी महासुख होई। जो यह पढ़े हनुमान चालीसा, होय सिद्धि साखी गौरीसा। तुलसीदास सदा हरिचेरा, की जय नाथ हृदय मह ढेरा। की जय नाथ हृदय मह ढेरा। पवन तनय संकट हरन, मंगल मूर्ति रूप। राम लखन सीता सहित, हृदय बसु सुरभूप। सियावर रामचंद्र की जय, पवन सुत हनुमान की जय। बोलो भाई सब संतन की जय, उमापति महादेव की जय। लक्ष्मीपति महाविष्णु की जय। जय श्री राम। ഇന്ന് നമ്മൾ സുന്ദരകാന്ഡമാണ് ആരംഭിച്ചത്. സുന്ദരകാന്ഡത്തിന് രാമായണത്തിലെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഭാഗം എന്ന് പറയും. രാമായണം എല്ലാം വിശിഷ്ടമാണ്, പക്ഷെ ഈ ഒരു ഭാഗം വിശിഷ്ടമായിട്ട് പറയുന്നത് ഇതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. എല്ലാ തത്വങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഇത് സുന്ദരകാന്ഡം മാത്രമായിട്ടും പാരായണം ചെയ്യും പലപ്പോഴും. കാരണം അത് സമയപരിമിതി മൂലമൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ രാമായണ കാണ്ഡങ്ങളുടെ പേരുകൾ അതിൽ അടങ്ങിയിട്ടുള്ള
കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ അയോധ്യാകാന്ഡം, അതുപോലെ ആരണ്യകാന്ഡം, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ സുന്ദരകാന്ഡം എന്ന് ഉള്ള പേര് വന്നത് എന്നുള്ളത് ഗുരുനാഥന്മാരെ പറഞ്ഞത് ഓർക്കണം. അപ്പം അതിന് സമുദ്ര ലംഘനകാന്ഡം, അല്ലെങ്കിൽ ഹനുമത് കാന്ഡം, സീതാദർശന കാന്ഡം, അങ്ങനെയൊക്കെ പേരുകൾ കൊടുക്കാം. ഇതൊക്കെയാണല്ലോ അതിൽ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് സുന്ദരകാന്ഡം? അപ്പം അവിടെയാണ് ആ പ്രതിഭാസമ്പന്നനായിട്ടുള്ള കവിയുടെ ആ നാമകരണം, എങ്ങനെയാണ് സുന്ദരകാന്ഡം എന്ന് നാമകരണം ചെയ്തതെന്ന് അതിൻ്റെ ഔചിത്യമാണ്. അത് ഔചിത്യപൂർവ്വം തന്നെയാണ്. അപ്പോൾ സുന്ദര എന്ന പദത്തിന് ദൂതൻ എന്ന അർത്ഥമുണ്ട്, വാനരൻ എന്ന അർത്ഥമുണ്ട്. അപ്പോൾ വാനരനായിട്ടുള്ള ഹനുമാൻ ശ്രീരാമദൂതനായിട്ട് ലങ്കയിലേക്ക് പോകുന്ന കഥയെ വർണ്ണിക്കുന്നതാണ് സുന്ദരകാന്ഡം. അപ്പം അത് വ്യക്തമായിട്ടുള്ള ഒരു നാമമായി. പിന്നെ പറയുന്നുണ്ട്, നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുക, നഷ്ട അർത്ഥസ്യ പുനർലാഭ സുന്ദര പരികീർത്തിത, അതിന് സുന്ദരൻ എന്ന് പറയുന്നതാണ്. പിന്നെ വേദനകളെ ധരണം ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക. അപ്പോൾ നഷ്ടപ്പെട്ടതോ വിലപ്പെട്ടതോ ആയിട്ടുള്ള വസ്തുവിനെ, വ്യക്തിയെ ഒക്കെ തിരിച്ചു കിട്ടുന്നതിന് സുന്ദരപദം കൊണ്ട് വിവക്ഷിക്കാമെന്നാണ്. അപ്പം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സീതാദേവിയെ ശ്രീരാമചന്ദ്രന് തിരിച്ചു കിട്ടും എന്നുള്ള ഉറപ്പ് വന്നത് ഇവിടെയാണ്. അപ്പം അതുകൊണ്ട് ആ പേരിൻ്റെ സാർത്ഥതയെ പറ്റി പറയാണ്. പിന്നെ ധരണം ചെയ്യപ്പെടുന്നത് എന്നൊരർത്ഥമുണ്ട്. ധരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ മുറിച്ചു മാറ്റുക എന്നാണ്. അപ്പോൾ ഇവിടെ സീതാരാമന്മാരുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന കാണ്ഡമായിട്ട് സുന്ദരകാന്ഡത്തെ പറയാം എന്നൊക്കെ നമുക്ക് ഇവിടെ മനസ്സിലാക്കണം. പിന്നെ അധ്യാത്മ ദൃഷ്ടിയിലൂടെ വേദാന്ത തത്വപരമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഒരു സാധകൻ സംസാരമാകുന്ന സാഗരത്തെ തരണം ചെയ്ത് ബ്രഹ്മവിദ്യയെ പ്രാപിച്ച് പരമാനന്ദ ഭാവത്തിലെത്തുന്ന ഒരു സുന്ദരമായ അവസ്ഥയാണ് സുന്ദരകാന്ഡം എന്നും പറയാം. അപ്പോൾ അങ്ങനെ നമുക്കതിനെ മനസ്സിലാക്കാം. അപ്പോൾ ഏത് വിധത്തിൽ ആലോചിച്ചാലും ഇത് വായിക്കുന്നതും പഠിക്കുന്നതും കേൾക്കുന്നതും എല്ലാം വളരെ വിശേഷപ്പെട്ടതാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇവിടെ ഒരു സാധകൻ, ആ സാധകൻ്റെ അല്ലെങ്കിൽ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വരും എന്നുള്ളതാണ് ഇവിടെ. നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പല സംഗതികളും അവിടെ വന്നു ചേരും. അപ്പോൾ ഇവിടെ ഹനുമാൻ സ്വാമിക്ക് ധാരാളം തടസ്സങ്ങൾ വന്നു. പക്ഷെ ആ തടസ്സങ്ങളെയൊക്കെ വളരെ കൃത്യമായിട്ട്, വളരെ വിവേകപൂർവം തരണം ചെയ്തുകൊണ്ടാണ് ഹനുമാൻ സ്വാമി ലങ്കയിലെത്തുന്നത്. കാരണം ശ്രീരാമദൂതനായിട്ടാണ് പോകുന്നത്, കയ്യിൽ അങ്കുലീയമുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടായാലും എനിക്ക് സാധിക്കും എന്നുള്ള നല്ല കോൺഫിഡൻസോടു കൂടിയാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം അവിടെ ചെന്നു. അത് ചെല്ലുന്നതും എല്ലാം വളരെ വിശദമായിട്ട് നമ്മളിപ്പോൾ കണ്ടു ഇതിൽ. എന്തായാലും ഇതെല്ലാം വായിക്കാൻ സാധിക്കുന്നത് നമ്മുടെ മഹാഭാഗ്യമായിട്ട് കരുതാം. നമുക്ക് ഇന്നത്തെ ഈ പാരായണം ഇവിടെ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഹരി ഓം.